നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റിൽ രണ്ട് പ്രതിഭാശാലികളായ ബാറ്റർമാരെ സമ്മാനിച്ചിട്ടുള്ള പരിശീലകനാണ് ജ്വാല സിംഗ്. നിലവിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് സെൻസേഷനായും അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. യുവ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇദ്ദേഹമാണ്. ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരമെന്ന് വിശേഷിക്കപ്പെട്ട വെടിക്കെട്ട് ഓപ്പണർ പൃഥ്വി ഷായും ജ്വാല സിംഗിന്റെ കണ്ടെത്തലാണ്. ജയ്സ്വാൾ സൂപ്പർ താര പദവിയിലേക്ക് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൃഥ്വി ഷാ എങ്ങും എത്താതെ അപ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ IPL മെഗാലയലത്തിൽ അദ്ദേഹത്തെ ഒരു ടീമും വാങ്ങാൻ തയ്യാറായിരുന്നില്ല. എന്തുകൊണ്ടാണ് ജയ്സ്വാളിൻ്റെയും പൃഥ്വിയുടെയും കരിയറുകൾ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജ്വാല. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി കളിക്കുന്നവരാണ് ജയ്സ്വാളും പൃഥ്വിയും. 2018 വെസ്റ്റ് ഇൻഡീസുമായി നാട്ടിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിലൂടെയാണ് പൃഥ്വി ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറി തുടങ്ങിയത്. കന്നി മത്സരത്തിൽ തന്നെ സെഞ്ചുറിയുമായി താരം വരവറിയിക്കുകയും ചെയ്തു. 2021 ജൂലൈക്ക് ശേഷം പൃഥ്വിയെ ഇന്ത്യൻ കുപ്പായത്തിൽ കണ്ടിട്ടില്ല. ദേശീയ ടീമിൽ മാത്രമല്ല മുംബൈ ടീമിലും ഇപ്പോൾ താരത്തിന് സീറ്റ് ഉറപ്പില്ല. അടുത്തിടെ രഞ്ജി ട്രോഫികൾ മുംബൈ ടീമിൽ നിന്നും പൃഥ്വിയെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 2015 പൃഥ്വി ഷാ തനിക്ക് കീഴിൽ ആദ്യമായി പരിശീലിക്കാൻ എത്തിയതെന്ന് ജ്വാല സിംഗ് പറയുന്നുണ്ട്. 2015 പൃഥ്വി തൻ്റെ അടുക്കൽ വരുന്നത്. മകനെ പരിശീലിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവൻ്റെ അച്ഛൻ തന്നെ സമീപിക്കുകയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. തനിക്കൊപ്പം 3 വർഷം ഉണ്ടായിരുന്നു. തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ മുംബൈയുടെ അണ്ടർ-16 ടീമിന് വേണ്ടി പൃഥ്വി ഷാ കളിച്ചിട്ടില്ല. തൊട്ടടുത്ത വർഷം അണ്ടർ-19 കുച്ച് ബഹർ ട്രോഫിയിൽ വലിയ സ്കോറുകൾ കുറിക്കുകയും ചെയ്തു. പൃഥ്വി വളരെ കഠിനമായിട്ടാണ് പൃഥ്വിയെ താൻ പരിശീലിപ്പിച്ചിരുന്നത്. പൃഥ്വി തുടക്കം മുതൽ തന്നെ പ്രതിഭാശാലിയായിരുന്നു. പൃഥ്വിയുടെ കാര്യത്തിലും മുഴുവൻ ക്രെഡിറ്റും താൻ എടുക്കില്ല. കാരണം പല കോച്ചുമാർക്ക് കീഴിലും അദ്ദേഹം പരിശീലിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പൃഥ്വി തനിക്കൊപ്പം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ജ്വാല വ്യക്തമാക്കുകയായിരുന്നു. ICCയുടെ അണ്ടർ-19 ലോകകപ്പിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോൾ പൃഥ്വി അന്ന് വളരെ ആവേശത്തിലായിരുന്നു. കാരണം ഇത്തരമൊരു നേട്ടത്തിലെത്തിയ തൻ്റെ ആദ്യ ശിഷ്യൻ കൂടിയായിരുന്നു പൃഥ്വി എന്നാണ് അദ്ദേഹം പറയുന്നത്. ജൂനിയർ ലോകകപ്പിന് വേണ്ടി യാത്ര തിരിക്കുന്നതിന് മുൻപ് തനിക്കൊപ്പം പൃഥ്വി പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ 2017 ശേഷം താൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ 2024 എത്തിയിരിക്കുന്നത്. ഈ 7 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും താൻ പൃഥ്വിയെ കണ്ടിട്ടില്ല എന്നും ജ്വാല സിംഗ് വ്യക്തമാക്കുകയായിരുന്നു. 2018 ന്യൂസിലൻഡിൽ നടന്ന അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു പൃഥ്വി. അന്ന് ടീമിനെ പരിശീലിപ്പിച്ചത് രാഹുൽ ദ്രാവിഡുമായിരുന്നു. ഓസ്ട്രേലിയ തോൽപ്പിച്ച് പൃഥ്വിക്ക് ലോക കിരീടം നേടാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററും അന്ന് ടീമിന്റെ വൈസ് ക്യാപ്റ്റനുമായിരുന്നു ശുഭ്മൻ ഗിൽ. റിയാൻ പരാഗ്, അഭിഷേക് ശർമ്മ തുടങ്ങിയവരെല്ലാം തന്നെ അന്ന് ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്നു.